നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ എപ്പോഴും പാടിപ്പുകഴ്ത്തുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വളർച്ചയെക്കുറിച്ചാണ്. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ. ഈ മേഖലകളുടെ വിജയത്തെക്കുറിച്ചാണ് ഇത് കേരളമാണെന്നും മറ്റുള്ള സ്ഥലങ്ങൾ പോലെയല്ല എന്നും പറയുന്നത്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ ഈ രണ്ട് മേഖലയും അത്ര ആശ്വാസകരമല്ല എന്ന് നമ്മൾ പലപ്പോഴും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ അപ്പോഴും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മേന്മകൾ ചൂണ്ടിക്കാട്ടി അതെല്ലാം ഇടത് സർക്കാരിന്റെ ഗുണം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ല എന്ന് നമുക്കറിയാം. ആരോഗ്യവും വിദ്യാഭ്യാസവും രാജഭരണകാലം മുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രണ്ട് മേഖലകളായിരുന്നു. ആ മേഖലകളിൽ അതിനുശേഷം ഉണ്ടായ വികസനങ്ങൾ, ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് അടക്കം 5 മെഡിക്കൽ കോളേജിൽ നിന്ന് നിരവധി മെഡിക്കൽ കോളേജിലേക്ക് മാറിയതുപോലും ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അന്ന് നമുക്കറിയാം, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സമരം ചെയ്തിരുന്ന ഒരു കാലഘട്ടം CPM-നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നിരവധി മെഡിക്കൽ കോളേജുകൾ വന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ആ മേന്മയുടെ ഒരു ഉപോത്ബലകമായി നടന്നുപോയി എന്നതിനപ്പുറത്തേക്ക് വലിയ മേന്മയൊന്നും ഇപ്പോൾ അവകാശപ്പെടാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ നടത്തി വരികയാണ്. അങ്ങനെ ഒരു കത്രിക, ഒരു പ്രസവ ശസ്ത്രക്രിയക്കിടെ കുടുങ്ങിപ്പോയ കത്രിക, അത് ഇരുന്നാൽ കുഴപ്പമില്ല എന്ന വാദഗതിയുമായി ഡോക്ടർ മുന്നോട്ട് വന്നതും ഡോക്ടർ സസ്പെൻഷനിലായ കഥയൊക്കെ നമുക്കറിയാം. ഈ ഡോക്ടർ സസ്പെൻഷനിലാകുമ്പോഴും അപ്പോഴും ഡോക്ടർമാർ എങ്ങനെയെങ്കിലും ആ സസ്പെൻഷൻ പിൻവലിക്കാനും ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനും ശ്രമിക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അങ്ങനെ OP ബഹിഷ്കരണവും മറ്റുള്ള ഡോക്ടർമാർ ഡ്യൂട്ടി എടുക്കാതെയും ഒക്കെ വന്നാൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അവർക്ക് മനസ്സിലായതിനെ തുടർന്ന് ഏതായാലും ആറ്റുകാൽ പൊങ്കാല ബഹിഷ്കരിക്കുന്നില്ല എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും മോശം മന്ത്രി ആരോഗ്യമന്ത്രിയാണ് എന്ന് നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യവുമാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വലിയ സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. ആശാവർക്കർമാരുടെ സമരം അടക്കമുള്ള വിഷയത്തിൽ അത് എങ്ങനെയൊക്കെയാണ് ആരോഗ്യമന്ത്രി കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പരാതികൾ വർദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴും സർക്കാർ ഒരു റിപ്പോർട്ട് തേടൽ മാത്രം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു റിപ്പോർട്ട് തേടുന്നു, അതിനുശേഷം ഉണ്ടാകുന്ന നടപടികളെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു സസ്പെൻഷനോ പിന്നീട് ഒരു റിപ്പോർട്ട് തേടലോ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് തേടി ഒരു സസ്പെൻഷൻ കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉള്ളത്. ഇവിടെ നോക്കൂ, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത് മുതൽ 2025 നവംബർ വരെ 43 തവണയാണ് ഇങ്ങനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചികിത്സാ പിഴവുകൾക്കായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് തേടിയത്. എന്നാൽ ഈ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുമ്പോഴും ഒരു നടപടിയും, മന്ത്രിയുടെ ഇടപെടൽ വെറും വാചക കസർത്ത് മാത്രമാകുന്നു, ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ആകെ റിപ്പോർട്ട് തേടൽ മാത്രമായി ഇത് അവസാനിക്കുന്നു എന്നാണ് വിവരാവകാശ രേഖകൾ നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായ രേഖ, വിവരാവകാശ രേഖകൾ. ആ വിവരാവകാശ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. 2021 ജൂൺ മുതൽ 2005 നവംബർ 30 വരെയുള്ള കാലയളവിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ലഭിച്ച 19 ചികിത്സാ പിഴവുകളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചു. ഇതിൽ വെറും 10 എണ്ണത്തിൽ മാത്രമാണ് റിപ്പോർട്ട് പോലും സമർപ്പിക്കപ്പെട്ടത്. ഇതുവരെ 19 ചികിത്സാ പിഴവുകളുടെ പരാതിയിൽ 10 എണ്ണത്തിൽ മാത്രമാണ് റിപ്പോർട്ട് പോലും. അതായത് 5 വർഷത്തെ കണക്കാണ് എന്ന് ഓർക്കണം. അങ്ങനെ വിദ്യാഭ്യാസ മെഡിക്കൽ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിൽ 25 പരാതികൾ ലഭിച്ചതിൽ 23 എണ്ണത്തിലും റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും യാതൊരു നടപടിയും നടന്നിട്ടില്ല. എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ച പല കേസുകളിലും തുടർ നടപടികൾ നടക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ ഇത്രയും കാലത്തിനിടയിൽ നടപടി നേരിട്ടത് 44 പേർ മാത്രമാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കണക്ക് പ്രകാരം 37 ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വിവിധ സംഭവങ്ങളിൽ നടപടിയെടുത്തു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 4 ഡോക്ടർമാർക്കും 3 സ്റ്റാഫ് നഴ്സുമാർക്കുമെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണം എന്നതാണ് ഈ കാലയളവിൽ ഉണ്ടായ ഒരു പ്രധാന നടപടി. അത് മാത്രമാണ്. എന്നാൽ പാലക്കാട് വിനോദിനി കേസ്, ആ കേസിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഉടൻ തന്നെ അങ്ങ് തിരിച്ചെടുക്കുകയും ചെയ്യും. എന്നാൽ ചികിത്സാ പിഴവുകൾക്കിരയായവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന തുടർ ചികിത്സയോ ധനസഹായമോ നൽകുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആരോഗ്യവകുപ്പിന്റെ കപ്പൽ കൃത്യമായ കണക്ക് പോലും ഇല്ല എന്ന് മനസ്സിലാകുന്നു. പരാതികളുടെ എണ്ണമോ അതിൽ സ്വീകരിച്ച നടപടികളുടെ വിവരമോ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം. ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇരകൾക്ക് എത്ര രൂപ ധനസഹായം നൽകിയെന്നോ എത്ര പേർക്ക് സൗജന്യ തുടർ ചികിത്സ ഉറപ്പാക്കി എന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് വകുപ്പിന് മറുപടിയുമില്ല.
നടപടി റിപ്പോർട്ടുകൾ ഫയലുകളിൽ വിശ്രമിക്കുമ്പോൾ നീതിക്കായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4 വർഷത്തിനിടെ മന്ത്രി ആകെ റിപ്പോർട്ട് തേടിയത് 43 തവണയാണ്. അത് റിപ്പോർട്ട് തേടൽ മാത്രമാണ്. അതിൽ നടപടിയെടുത്തത് 44 പേർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നു. 37 ആരോഗ്യ പ്രവർത്തകർക്കും DHSലെ 7 പേർക്കും DMAയിലും നടപടിയെടുത്തിട്ടുണ്ട്. അതായത് ഹർഷീന കേസിലൊക്കെ എടുത്ത നടപടി, അതുപോലെ ഇരകൾക്ക് നൽകിയ സഹായധനം സംബന്ധിച്ചൊന്നും ഒരു തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയും ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകളെ കുറിച്ചാണ് ഏറ്റവും അധികം പരാതി വന്നിട്ടുള്ളത്. അത് 25ഓളം പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷേ ആരോഗ്യരംഗത്ത് നാം ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ നിലവാരമാണെങ്കിൽ ആ നിലവാരത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 25 പേരുടെ ഇതുവരെ 25 പേരുമായി ബന്ധപ്പെട്ട് 25 പരാതികൾ ആ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പരാതികൾ വന്നാലും, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടോ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരാതികൾ വന്നാലും ആ പരാതിക്കൊക്കെ നടപടിയെടുക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആരോഗ്യരംഗത്ത് ആരോഗ്യമന്ത്രി ഇങ്ങനെ സഭയുടെ വക്താവായി സഭയുടെ ആളായതുകൊണ്ട് മാത്രം മന്ത്രിയാക്കപ്പെടുകയും പിന്നീട് ആരോഗ്യരംഗത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മന്ത്രിയായി പകച്ചു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പറയുന്ന വാക്കുകൾക്കോ ഈ മാധ്യമപ്രവർത്തകയായിരുന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് തിരിച്ച് ചോദ്യം ചോദിച്ചു പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാമെന്നല്ലാതെ ഒരു കുന്തവും ചെയ്യുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്തു.